നമസ്തേ. 2025 മെയ് 14 നമുക്ക് വ്യാഴം മാറുന്നത്. അപ്പോൾ ഈ വ്യാഴമാറ്റത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് മൂന്നിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ്. അപ്പോൾ വ്യാഴം ഇത്ര നാളും നിങ്ങൾക്ക് വ്യാഴം 2-ലായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ് 2-ാം ഭാവം. അവിടെ നിന്ന് 3-ലേക്ക് ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ വ്യാഴം 2-ലേക്ക് നിൽക്കുമ്പോൾ കുറേ കണക്ക് കൂട്ടലുകളൊക്കെ ആയിട്ട് നമ്മൾ പോയിരുന്നു. അതിൽ ഒരു ചെറിയ മാറ്റം വരുന്ന ഒരു സമയമാണ് 3-ലെ വ്യാഴം. അപ്പോൾ 3-ലെ വ്യാഴം ബുധൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നമ്മുടെ കണക്കുകൾ, ബുധൻ എപ്പോഴും കണക്കിൻ്റെ കാരകത്വമുള്ള ഒരാളാണ്. അപ്പം നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരുന്ന സാമ്പത്തിക മേഖലയിൽ നിന്നൊക്കെ ഇത്തിരി അങ്ങോട്ട് ചലനങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു മുറവിളി കൂട്ടുക എന്ന് പറയില്ലേ, സാമ്പത്തികമായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ധനം കിട്ടായ്ക വരികയോ ഒരാൾക്ക് കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ധനം കിട്ടാണ്ട് വരികയൊക്കെ ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ വരും. അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുന്നൊരു സമയമാണ് ഈ മെയ് 14 ശേഷം. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കരുതിയിരിക്കുക. നമ്മളൊരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ 2-ാം ഭാവത്തിലിരിക്കുമ്പോൾ കൊടുക്കുന്നൊരു ധനം ആണ്. അപ്പോൾ അത് ആ സമയത്തിന് തന്നെ എത്രയും വേഗം കിട്ടാനൊക്കെ വേണ്ടി വ്യാഴനെ തന്നെ പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ കാരകത്വമാണ് വ്യാഴം 3-ല്. അപ്പോൾ എപ്പോഴും ടെൻഷനായിരിക്കും. ചെറിയൊരു കാര്യം മതി. ഇപ്പോൾ സാമ്പത്തികം മാത്രമല്ല, ഇപ്പോൾ ഒരു കുട്ടികളുടെ കാര്യമാണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ നമുക്ക് ടെൻഷൻ ആയിട്ട് വരും. അപ്പോൾ ആ ടെൻഷനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. പിന്നെ ഗണപതി ഹോമം കൊടുക്കുക, അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു കറുകമാല കൊടുക്കുക. മിഥുനം രാശിയിലായതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരു മീനൂട്ടൊക്കെ സമർപ്പിക്കുക. ഹനുമാന് ഒരു വടമാലയൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ ഒന്ന് കുറവ് കിട്ടും. മാസത്തിലൊരിക്കൽ പോയാൽ മതി. മേടം രാശിക്കൂറുകാരെന്ന് പറഞ്ഞാൽ തന്നെ ചൊവ്വയുടെ ക്ഷേത്രമാണത്. ഇത്തിരി മനോബലമൊക്കെ കൂടിയവരാണ്. എന്നിട്ട് പോലും അവരെ ഇത്തിരി കുറയ്ക്കാനായിട്ട് ഈ 3-ലെ വ്യാഴം വരുന്നതാണ്. ഇടവൻ രാശിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിൽ അരയും കൂടിയതാണ്. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് 2-ലേക്കാണ് വ്യാഴം വരുന്നത്. അവർക്ക് നല്ലൊരു സമയമാണ്. 2-ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ ആ വ്യാഴം നമുക്ക് ഏറ്റവും നല്ലത്, ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നടക്കുകയും ചെയ്യും. സാമ്പത്തിക പുരോഗതികൾ ഉണ്ടാവാം. നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങൾ, ഇപ്പോൾ വിൽക്കാതെ കിടക്കുന്ന ഒരു സ്ഥലം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊരു വിൽപ്പന നടക്കാനും ഒരു മാറ്റത്തിനുള്ളൊരു സാമ്പത്തികമായിട്ട് നമുക്കൊരു മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ബുധൻ്റെ ക്ഷേത്രത്തിലാണ്, മാറ്റി പറയാനൊന്നും പാടില്ല. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാണല്ലോ ഒരു ചെറിയ കുറുക്കു ബുദ്ധികളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടി ഇതൊന്നും പറഞ്ഞ് നമുക്ക് ആ കുറുക്കു ബുദ്ധിയിലൂടെ ഒന്നും പോവാതെ നമുക്ക് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് വ്യാഴം 2-ൽ തരുന്നത്. അപ്പോൾ വരുന്ന ധനത്തെയൊക്കെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് അത് നോക്കുക. കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഇപ്പം എന്നിടുമ്പോൾ കൂടി കിട്ടി പെട്ടെന്നത് ലോസ് ആവുന്ന ഒരു ഇതാണല്ലോ. അപ്പം അതൊക്കെ വളരെ സൂക്ഷിച്ച് നിങ്ങൾക്ക് പൈസയൊക്കെ കിട്ടും. വളരെ ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമാണ് കിട്ടുന്നത്. മിഥുനൻ രാശിക്കാരിൽ മകേരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണർത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടിയതാണ് ജന്മത്തിൽ വ്യാഴം. ജന്മവ്യാഴം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാശിയിലൊക്കെ പറയുന്നത് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് പറയുക. പക്ഷെ ബുധൻ്റെ ക്ഷേത്രമാണല്ലോ. അപ്പോൾ നിങ്ങൾ വളരെ പാവം ഇതാണ്, എന്തും സൂക്ഷിച്ച് മാത്രമേ ചെയ്യുള്ളൂ. ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ്. സാമ്പത്തികമായിട്ടുള്ള തിരിമറികളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക. അപ്പോൾ ജന്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തേക്ക് പോകണം, നമുക്ക് പൈസ കെട്ടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദേവിയോട് പറഞ്ഞ് ദേവിയുടെ കാൽപാദത്തിൽ നമ്മളതൊക്കെ അർപ്പിച്ച് അതൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മുടെ പേടി കാരണം പോവാതിരിക്കരുത്. ജന്മത്തിലാണ് വ്യാഴം, നല്ല തന്നെയാണ്. ഈശ്വരാധീനമൊക്കെ ഉണ്ട് വ്യാഴം വന്നെങ്കിലും. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു പേടി ഉണ്ടാവുന്നൊരു സ്വഭാവം ഓൾറെഡി മിഥുന രാശിക്കാർക്ക് ഉണ്ട്. അപ്പോൾ ഇവരെപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക. ഹനുമാനെ പ്രാർത്ഥിക്കുക. അതാണ് മനോബലം കൂട്ടാനായിട്ട് ഏറ്റവും വലിയ ഈ ബുധൻ്റെ രാശി. ഈ മിഥുനൻ രാശിയിൽ ഇരിക്കുന്നവരെ എപ്പോഴും നമ്മൾ പറയാം ഹനുമാൻ ചാലീസ് നന്നായിട്ട് ജപിക്കാനാണ് പറയുക. നിങ്ങളൊരു വർഷം എന്നും ഹനുമാൻ ചാലീസൊക്കെ ജപിച്ച് കഴിഞ്ഞാൽ മനോബലം കൂടും.
അത് ചെയ്യുക. പിന്നെ ബുധൻ്റെ രാശി ആയതുകൊണ്ട് ഗണപതി, ദേവി അതിനെയൊക്കെ നന്നായിട്ട് ആരാധിച്ചാൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഫലം കിട്ടുന്നതാണ്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പുണർദത്തിൻ്റെ കാലം പൂയവും ആയില്യവും നക്ഷത്രമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വ്യാഴം 12-ലാണ് പോയി നിൽക്കുന്നത്, മോശസ്ഥാനമാണ്. അപ്പോൾ ഒരു എന്ത് ചെയ്താലും പറയും ഒക്കെ ദൈവാധീനം പോലെ വരുള്ളൂ എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ടാവാം. ആ ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്താലും ദൈവമാണ് എല്ലാതും എന്ന് ചിന്തിക്കും. അങ്ങനെയൊന്നല്ലാതെ നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് നല്ല ചിന്ത വരണം, നല്ല പ്രവൃത്തി വരണം, നല്ല വാക്ക് വരണം. ഇതിന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. വളരെയധികം കർമ്മത്തിൽ ശ്രദ്ധിക്കുക, വാക്കുകളെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം വ്യാഴത്തിൻ്റെ ഒരു നല്ല ഗുണങ്ങൾ കിട്ടുകയും ക്ഷേത്ര ദർശനങ്ങൾക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു നല്ലത് നമുക്ക് വരികയും ചെയ്യുമല്ലോ. അപ്പം അത് അടുത്തായി വ്യാഴത്തിൻ്റെ മാറ്റത്തിൽ നമുക്കൊരു നന്മയായിട്ട് വരികയും ചെയ്യും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 11-ലാണ് വ്യാഴം വരുന്നത്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും. അപ്പോൾ 11-ാം ഭാവത്തിൽ വ്യാഴം ഏറ്റവും നല്ല ഭാവമാണ്. 11-ല് ലാഭസ്ഥാനാണ്, അത് ബുധക്ഷേത്രത്തിലാണ്. എങ്ങനെയൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് പണം വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നമ്മൾ ഭ്രമിക്കരുതെന്ന്. ഇതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അവർക്ക് ബിസിനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ധനമായിരിക്കും നമുക്ക് ബിസിനസ്സിലൂടെ വരിക. പിന്നെ ഭൂമി കച്ചവടം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ജോലിയാണെങ്കിലും ജോലി കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുക. അതിലൊക്കെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴം മാത്രം നല്ലൊരു ഭാവത്തിലൊക്കെയാണ് അവർ വരുന്നത്. ഇതിൽ ശനീശ്വരനൊക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വ്യാഴം നമുക്ക് ധനഭാവം ഏറ്റവും നല്ലൊരു ഭാവം. ഇനി കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 10-ലാണ് വ്യാഴം. 10-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് നല്ലതാണ്. കർമ്മത്തിലല്ലേ നിൽക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന് മനസ്സിലാക്കി അതിന് കറക്റ്റായിട്ട് അറിഞ്ഞ് നിയമവശങ്ങൾ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മളൊരു കർമ്മത്തിലേക്ക് പോകുമ്പോൾ ഇന്നത് ചെയ്യാനാണ് പോകുന്നത്. അത് ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പം എപ്പോഴും കർമ്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ കർമ്മ തടസ്സങ്ങളെ ഉണ്ടാക്കൂത്രേ വ്യാഴം. അപ്പോൾ ആ തടസ്സങ്ങൾ പോവാനാണ് നമ്മൾ വിഘ്നേശ്വരനെ കാണുക, ഒരു തേങ്ങ മുട്ടിറക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ധനപരമായിട്ട് വല്ല ഡീലിങ്സിനൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ വളരെയധികം നന്നായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരത്തിയുടെ അരഭാഗവുമാണ് കൂടി ചേരുന്നത്. അപ്പോൾ ഈ ആൾക്കാരാണ് 10-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഉള്ളത്. അപ്പോൾ കർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഭാവമാണ് വ്യാഴം നിൽക്കുന്നത്. 10-ാം ഭാവം നിൽക്കുന്നത് അത് ബുധൻ്റെ ക്ഷേത്രമാണ്. പണം ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. അത് നമ്മൾ തന്നു എന്ന് പറയും, ചിലപ്പോൾ അത് തന്നില്ല എന്ന് പറയും. നമ്മുടെ ഓർമ്മ ബുധനല്ലേ, നമുക്ക് ചിലപ്പോൾ ഓർമ്മയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 9-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ 9-ാം ഭാവം ഏറ്റവും നല്ല ഭാവമാണ്. ആത്മീയതയുടെ ഭാവമാണ്, ഭാഗ്യത്തിൻ്റെ ഭാവമാണ്. എത്ര നാൾ അഷ്ടമത്തിലുണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് രോഗാവസ്ഥകളൊക്കെ കുറഞ്ഞ് നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാവമാണ് വ്യാഴം. അതും ബുധക്ഷേത്രത്തിൽ. അപ്പോൾ നന്നായിട്ട് ശ്രീരാമചന്ദ്രനെ തന്നെ വണങ്ങുക, പിന്നെ കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ വണങ്ങുക. പിന്നെ ഓർമ്മ, നമ്മളെപ്പോഴും ഓർമ്മയെ മനനം ചെയ്ത് നന്നായിട്ട് ഇതാക്കിയെടുക്കുക. നന്നായിട്ട് മനനം ചെയ്ത് ഓർമ്മയെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ മെഡിറ്റേഷൻ, മറ്റുള്ള കാര്യങ്ങൾ, 9-ാം ഭാവം നമ്മുടെ എന്താ പറയുക, നിഗൂഢമായ ശാസ്ത്രങ്ങളൊക്കെ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരും എന്നാണ് പറയുക. അപ്പോൾ ഏറ്റവും ഒരു നല്ലൊരു ഗുരുനാഥനെ കണ്ടു കിട്ടാനും ഈ ഒരു ഭാവം നമുക്ക് നല്ലതായിട്ട് വരും. അപ്പോൾ ഇതിൽ ഈ ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് ഇതിൽ കൂടുന്നത്. അപ്പോൾ തുലാരാശിക്കാർക്കും ഏറ്റവും നല്ല ഭാഗമാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഇതിൽ വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്നതാണ്. ഒരു അഷ്ടമത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ ഒരു അഷ്ടമത്തിലാവുമ്പോൾ ബുധക്ഷേത്രമാണ്. രോഗങ്ങളെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ബുധനാവുമ്പോൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, വാക്കുകളുടെ ദോഷങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ അലർജി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതൊക്കെ ഈ അഷ്ടമത്തിലെ വ്യാഴം വരുമ്പോൾ ഉണ്ടാകും. അപ്പോൾ രോഗങ്ങളെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തികമായ വിഷയങ്ങളിൽ പിന്നെയും നമുക്ക് അവിടെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ രോഗാവസ്ഥ വളരെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് കർമ്മത്തിലേക്ക് തടസ്സങ്ങളാണല്ലോ വരിക. രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികൾ വരും.
അപ്പോൾ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര കൊടുക്കുക. പിന്നെ ഈ ധന്വന്തരി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഈ മുക്കടി നിവേദ്യമൊക്കെ കഴിക്കുക. അതൊക്കെ നല്ലതാണ്. രോഗാവസ്ഥ ഉണ്ടെങ്കിൽ, നന്നായിട്ട് രോഗത്തിനെ മറികടക്കാൻ നിങ്ങളുടെ ജാതകത്തിൽ അതിന് ഫലപ്രാപ്തമായ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല കേട്ടോ. ഇത് നമ്മൾ പറയുന്നത് ഒരു ഗോചരാവസ്ഥ മാത്രമാണ്, ഈ ഒരു വർഷം വരുന്ന ഗോചരാവസ്ഥ. അപ്പോൾ വ്യാഴ നക്ഷത്രത്തിൽ പോകുന്നത് ഏറ്റവും നല്ലത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 7-ലാണ്. 7-ലെ വ്യാഴം ഏറ്റവും നല്ലതാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം. അപ്പോൾ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഏറ്റവും നല്ലതാണ്. നിവർത്തികാരകനായ വ്യാഴമാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ എത്ര നാള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന പല പ്രതിസന്ധികളും നമുക്ക് മാറ്റം വരും. നമുക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിന് സാമ്പത്തികം കുറവായിരുന്നു, അത് പെട്ടെന്ന് നടക്കും. വിവാഹങ്ങൾ വരും, വീട്ടിലെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നടക്കാനും, ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ അവർ ഒത്തൊരുമയോട് നിൽക്കാനും ഒക്കെ ഈ വ്യാഴം നമുക്ക് നല്ലതാണ്. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം ഏറ്റവും നല്ലതാണ്. ഈ ഒരു വർഷം അവർ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് പോവുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മകരരാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിൻ്റെ 1/4 ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവുമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വ്യാഴം 6-ലേക്ക് പോയി. 6-ൽ ബുധക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ വീണ്ടും വിചാരമില്ലാതെ കൈകാര്യങ്ങൾ ചെയ്യും. അതായത് ധനത്തെ വീണ്ടും വിചാരമില്ല, പെട്ടെന്നായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് അത് എടുത്തു പോവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് നമുക്കേ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിൽ വരും. അത് വളരെയധികം ശ്രദ്ധിക്കാം. അപ്പോൾ അവർ ഏഴരശനിക്ക് കഴിഞ്ഞ് നിൽക്കുന്നൊരു ഭാവമാണ്. അത്രയും നാൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധനം പെട്ടെന്നായിരിക്കും നമ്മൾ എടുത്തു കൊടുക്കുക, നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കുക, അതൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അവർ മകരക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് എന്ത് ബിസിനസ്സിന് പോകുന്നുണ്ടെങ്കിലും 2 വട്ടം ആലോചിച്ച് ഈശ്വരനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ബിസിനസ്സിലേക്ക് എടുത്തു ചാടുക. അല്ലാതെ ഓടിപ്പോയിട്ട് ഒരു അഡ്വാൻസ് ടോക്കൺ കൊടുക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് അവർ ഇത്ര 2 ലക്ഷം ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കാനോ പെട്ടെന്ന് ഓടിപ്പോയി ചെയ്യാതെ നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവിട്ടത്തിൻ്റെ അരഭാഗവും ചതയവും പൂരോരുട്ടാതിയും. അപ്പോൾ അവരെയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5-ലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. 5-ാം ഭാവം ഏറ്റവും മന്ത്രസിദ്ധി ഉള്ള ഭാവമാണ്. അപ്പോൾ അതും ബുധൻ്റെ ക്ഷേത്രവുമാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മന്ത്രസിദ്ധി വരെ ലഭിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പിന്നെ സാമ്പത്തികമായിട്ടും നമുക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ്. സാമ്പത്തികമായി പുരോഗതി വരും. വ്യാഴം നമുക്ക് എവിടെയെങ്കിലും അംഗീകാരങ്ങൾ കിട്ടും. നമുക്ക് എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു അംഗീകാരമൊക്കെ കിട്ടും. ഇവിടെ 7-ര ശനി ഉണ്ട്. ശനീശ്വരൻ നമുക്ക് ഇൻസൾട്ട് തന്നാലും ഒരു ഭാവം കൊണ്ട് നമുക്ക് നല്ലത് തരാനായിട്ട് ഇവിടെ വ്യാഴം 5-ാം ഭാവത്തിലുണ്ട്. അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്ത് ഭഗവാന്റെ അടുത്ത് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സമസ്ത അപരാധങ്ങളും പുറത്ത് അങ്ങനെ സമർപ്പിച്ചാൽ മതി. മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരോരുട്ടാതിയുടെ കാലും ഉത്രട്ടാതിയും രേവതിയും കൂടുന്നത്. അവരെ സംബന്ധിച്ച് വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വന്നു. 3-ലായിരുന്നു. ഇത്ര നാൾ നമ്മൾ എന്ത് കാര്യവും നടക്കുന്നില്ല, കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല. പക്ഷെ എന്നാലും വ്യാഴം 4-ലേക്ക് വരുന്നു. അപ്പോൾ നല്ലതാണ്. കുടുംബത്തിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇനി വരുന്നത് ഈ വ്യാഴം മാറുമ്പോൾ, അതും ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഒരു സമാധാനം കിട്ടും. ബുധക്ഷേത്രത്തിലാവുമ്പോൾ നമുക്ക് ബുധൻ ഒരു പാവം ഗ്രഹമാണ്, ഒതുക്കമുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ അവിടേക്കൊക്കെ വ്യാഴം വരുമ്പോൾ നമുക്ക് എത്ര ധനം കിട്ടിയാലും നമ്മൾ ആരോടൊന്നും പറയാതെ അതിനെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. 4-ലൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട് മോഡിഫിക്കേഷൻ ചെയ്യാം, ചിലപ്പോൾ നമുക്ക് വാഹനാദികൾ മേടിക്കാം, അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ 4-ലെ വ്യാഴം ഏറ്റവും നല്ലൊരു വ്യാഴമാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിൽ ശനീശ്വരൻ വന്നെങ്കിലും 4 വ്യാഴം അവർക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തെ കൊടുക്കും. ദാനപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കാനും വീട്ടിലും അത്രയും നല്ലതൊക്കെ വരുത്താനൊക്കെ നമുക്ക് സാധിക്കും. ഇതാണ് ഈ വ്യാഴമാറ്റത്തിൽ മീനരാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് പറയുന്നത്.